ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2025 തിരുവല്ല പുഷ്പമേള കഴിഞ്ഞു. ഞങ്ങൾക്ക് ലാസ്റ്റ് ദിവസമാണ് പോകാൻ പറ്റിയത്. പക്ഷേ സംഭവം പരിപാടി ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലം പോലെ ഇപ്രാവശ്യം വെറൈറ്റി ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്കും മിസ്സായി. ലാസ്റ്റ് ദിവസമാണ് പോകാൻ പറ്റിയത്. ആദ്യം നമ്മൾ കാണുന്നത് പച്ചക്കറികളാണ്. ഇഷ്ടം പോലെ പച്ചക്കറികൾ വെച്ചിട്ടുണ്ടായിരുന്നു, ചെടികൾ ഗ്രോ ബാഗിലൊക്കെ. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ബാംബൂസിൻ്റെ പല വെറൈറ്റി ബാംബൂ ട്രീകളുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ 1-2 കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഓരോ ചെടികളാണ്, അതായത് വർഷങ്ങളോളം സംരക്ഷിച്ചു പോരുന്ന ചെടികളുണ്ട്. 20-21 വർഷം സയൻസ് ലാബിലൊക്കെ വെച്ചിരുന്നത്. അതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടെ. ഇതൊക്കെ പണ്ട് സ്കൂളിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഇവിടുത്തെ തിരുവല്ല പുഷ്പമേളയിൽ ഈ വർഷം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ കേട്ടോ. ഇത്രയും വർഷം പഴക്കമുള്ള ചെടികളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അത്രയും നല്ല രീതിയിൽ അവർ പരിപാലിച്ച് കൊണ്ടുപോരുന്ന ചെടികളൊക്കെ. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഫ്ലവേഴ്സും അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ ഓരോ സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നിന്ന് അടിപൊളിയായിരുന്നു ഫ്ലവർ ഷോ ഒക്കെ. ഇപ്രാവശ്യത്തെ പുഷ്പമേളയിൽ വെറൈറ്റി ആയെന്ന് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. നമ്മുടെ വിദേശ പുഷ്പങ്ങളുടെ ഇറക്കുമതി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പൂക്കൾ കളറായാലും ഫ്ലവേഴ്സ് ആയാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിദേശ പുഷ്പങ്ങളൊക്കെ കാണുന്നത്. അടിപൊളിയായിരുന്നു. കണ്ണും മനസ്സൊക്കെ നിറഞ്ഞാണ് പുഷ്പമേള കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. വിദേശ പുഷ്പങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ് പൂക്കൾക്കൊക്കെ. അതുപോലെ വെറൈറ്റി എന്ന് പറയാനായിട്ട് നമ്മുടെ വെജിറ്റബിൾസിൽ ഓരോ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട്, റോസാപ്പൂ, കുമ്പളങ്ങയിൽ പൂവ്, മത്തങ്ങയിൽ മനുഷ്യൻ, പ്രാവ്, പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ തണ്ടിലും ബീട്രൂട്ടിലൊക്കെ ക്യാരറ്റിലും തത്ത, അങ്ങനെയൊക്കെ. പിന്നെ വലിയ രൂപം പല്ലി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പല്ലി ചെയ്തേക്കുന്നത് വാഴയുടെ തണ്ടിലായിരുന്നു കേട്ടോ. വലിയൊരു പല്ലി, ഡിനോസർ ആണെന്ന് തോന്നുന്നു ആദ്യം, പക്ഷെ പല്ലിയായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് മാറി കഴിയുമ്പോഴത്തേക്കും വാഴയുടെ ആ പിണ്ടിയുടെ ആ റൗണ്ട് ഷേപ്പ് വെട്ടിയെടുത്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ഇതുണ്ട്. വാഴപ്പിണ്ടിയിൽ ചെയ്തിരിക്കുന്ന മീൻ അതും അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനായിട്ട് വെറൈറ്റി ആയിരുന്നു സംഭവം. പ്രാവശ്യത്തെ പുഷ്പമേള അടിപൊളിയായിരുന്നു. പക്ഷേ ലാസ്റ്റാണ് പോകാൻ പറ്റിയത്. പൂക്കളിൽ നിന്ന് കണ്ണെടുത്ത് മാറാനേ തോന്നിയില്ല. പൂക്കളൊക്കെ അതുപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ടോണ്ട് തന്നെ നിൽക്കാൻ തോന്നി. അത്രയ്ക്ക് സന്തോഷമായി പൂക്കളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.